ഒരു വെൺ സൂര്യന്റെ വിരഹമറിയുന്നു. വെറുതെ നെഞ്ചിലൊരു വാർത്തിങ്കൾ തിരിയുമെരിയുന്നു. പുലർനിലാവിന്റെ മുനയിൽ ചന്ദ്രകാന്തമലിയുന്നു. കനവിലായിരം കനകമേഘം കനൽ വരയ്ക്കുന്നു. പ്രണയസന്ധ്യയൊരു വെൺ സൂര്യന്റെ വിരഹമറിയുന്നു. വെറുതെ നെഞ്ചിലൊരു വാർത്തിങ്കൾ തിരിയുമെരിയുന്നു. സ്വരപത്മരാഗങ്ങൾ തേടി നോക്കിൽ നോക്കിൽ മണിമയിൽ പീലികൾ ചൂടി. അനുരാഗിലമായ തപസിൽ ദലദീപാഞ്ജലിയാവാൻ ഒരു ജലരാശിയിൽ ഒരു മഴമണിയായി പൊഴിയാൻ വരാം ഞാൻ. പ്രണയസന്ധ്യയൊരു വെൺ സൂര്യന്റെ വിരഹമറിയുന്നു. വെറുതെ നെഞ്ചിലൊരു വാർത്തിങ്കൾ തിരിയുമെരിയുന്നു. കിനാവിന്റെ കാണാദ്വീപിൽ അമാവാസിരാവിൽ നിരാതാരമാമെൻ ജന്മം കണ്ടില്ല നീ. ആകാശം ഇരുൾ മൂടുമ്പോൾ മുറിവേൽക്കുന്നൊരു മനസ്സോടെ മഴ നനഞ്ഞ ശലഭം പോലെ തിരികെ യാത്രയായി. പ്രണയസന്ധ്യയൊരു വെൺ സൂര്യന്റെ വിരഹമറിയുന്നു. വെറുതെ നെഞ്ചിലൊരു വാർത്തിങ്കൾ തിരിയുമെരിയുന്നു. പുലർനിലാവിന്റെ മുനയിൽ ചന്ദ്രകാന്തമലിയുന്നു. കനവിലായിരം കനകമേഘം കനൽ വരയ്ക്കുന്നു. പ്രണയസന്ധ്യയൊരു വെൺ സൂര്യന്റെ വിരഹമറിയുന്നു. വെറുതെ നെഞ്ചിലൊരു വാർത്തിങ്കൾ തിരിയുമെരിയുന്നു. ആ ആ ദിവാങ്കി, മൂടേ മാറ്റി ഫ്ലോറിന്റെ. മൊത്തത്തിൽ ഭയങ്കര ഒരു വിരഹം ആ ഒരു മൂഡിലേക്ക് കൊണ്ടുപോയി. നമുക്ക് എന്തായാലും ജഡ്ജസിനോട് ചോദിച്ചു നോക്കാം അല്ലേ? ഷാനിക്ക, ഹരിച്ചേട്ടൻ കണ്ണുകൊണ്ട് കാണിച്ചു ഷാനിക്കോട് ഇത്തവണ ഞാൻ പറയാം. എപ്പോഴും ഒരാളെ ഇങ്ങനെ ചതി ചതി. നീ എന്തിനത് പറഞ്ഞത്? ഓക്കെ ദേവാങ്കി, ഇറ്റ് വാസ് ആൻ ഗുഡ് പെർഫോമൻസ്. താങ്ക് യു സർ. നന്നായിട്ട് പാടി മോള്. പക്ഷെ എനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരു സോങ് മോൾക്ക് സ്യൂട്ടബിൾ ആണോ എന്നുള്ളൊരു മോളുടെ വോയിസിന് ഇപ്പം ചിലപ്പോൾ കുറച്ച് കൂടി ഏജ് ഒക്കെ ആകുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് സ്യൂട്ട് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആയിരിക്കും, അല്ലെങ്കിൽ വോയിസ് ആയിരിക്കും. ബട്ട് കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന പോലെ തോന്നി ആ ഒരു ബേസിലൊക്കെ പോകുമ്പം. അത് കഴിഞ്ഞ് താഴോട്ടല്ലേ, ഫുള്ളെല്ലാം താഴെയാണ് അല്ലേ? അപ്പം അങ്ങനത്തെ ഒരു രജിസ്റ്റർ ആകുമ്പോഴത്തേക്കും നമ്മളിതിപ്പോൾ ഒറിജിനൽ പിച്ചിലാണ് പാടിയത്.
അപ്പോൾ മേ ബി കുറച്ച് പിച്ച് കൂട്ടുക, പക്ഷെ പിച്ച് കൂട്ടിയാൽ ഈ സോങ്ങിൻ്റെ ഫീല് ചിലപ്പോൾ പോകും, അതുകൊണ്ട് അതും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് സോങ് സെലക്ഷൻ ഈ പറഞ്ഞ പോലെ ഇറ്റ്സ് എ സോൾഫുൾ മെലഡി ഓഫ് കോഴ്സ്, ബട്ട് മോൾക്ക് ഇത് സ്യൂട്ട് ആവുന്നുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് എനിക്ക് ഫീൽ ചെയ്തത്. കുഴപ്പമില്ല, അത് പിന്നെ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. എന്തിനാ ഇപ്പൊ പേടിയൊക്കെ മാറേണ്ട സമയം നിങ്ങൾക്ക് കഴിഞ്ഞു. പിന്നെ ഒരു സോങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം ഇപ്പം മോൾ ആ ഫസ്റ്റ് ലൈൻ ഒന്ന് പാടിക്കേ. പ്രണയസന്ധ്യയൊരുവൻ സൂര്യന്റെ വിരഹമറിയുന്നു, വെറുതെ നെഞ്ചിലൊരു വാർത്തിങ്കൾ തിരിയുമെരിയുന്നു. നെക്സ്റ്റ് ലൈൻ പുലർനില. അവിടുന്ന് ഒരു ഷിഫ്റ്റ് ആണ് അല്ലേ, ഒരു സോങ്ങിനൊരു ഗ്രോത്ത് ഉണ്ട്. ഈ സോങ്ങിന് ഒരു ഇങ്ങനെ ഒരു ഗ്രാഫ് പോലെ ഇങ്ങനെ പോകുന്നത്. അപ്പൊ അടുത്തൊരു ലൈൻ എത്തുമ്പോൾ കുറച്ചും കൂടി ഓപ്പൺ ആവണം നമ്മൾ. അപ്പൊ എനിക്ക് മൊത്തത്തിൽ കുറച്ച് ലെവൽ കുറഞ്ഞതുപോലെ തോന്നി, ഒന്ന് ഒതുക്കി പാടി ഫീബിൾ ആയതുപോലെ തോന്നി. അപ്പം ആ ഒരു പ്രസൻസ് കുറച്ച് കുറഞ്ഞു. അപ്പം നമ്മൾ ആ ബോൾഡ്നെസ് വേണം. ഏതിപ്പോൾ മെലഡി ആയിക്കോട്ടെ, മെലഡി മീൻസ് ലൈക്ക് നമ്മളത് സോഫ്റ്റ് ആക്കി പാടണം എന്ന് അങ്ങനൊന്നും ഇല്ല. ഓൾറെഡി ട്യൂൺ ഈസ് ലൈക്ക് ദാറ്റ് അല്ലേ. അപ്പം ട്യൂണിലൊരു മെലഡി ഉണ്ട്, പിന്നെ നമ്മളത് വൃത്തിക്ക് പ്രസൻറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ ആ ഒരു പ്രസൻസ് കിട്ടിയില്ല, ആ സോങ്ങിൻ്റെ ഒരു പ്രോഗ്രഷൻ. ആദ്യത്തെ 2 ലൈൻസ് ഓക്കെ, അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ആ ഒരു ഗ്രോത്ത് ഉണ്ട് ഒരു പാട്ടിന്, അതെനിക്ക് കിട്ടിയില്ല. പുലർനിലാവിന്റെ മുനയിൽ ചന്ദ്രകാന്തമലിയുന്നു, കനവിലായിരം കനകമേഘം കനൽ വരയ്ക്കുന്നു. ബട്ട് യു അറ്റംപ്റ്റഡ്, നല്ല ഒരു അറ്റംപ്റ്റ് ആയിരുന്നു. ബട്ട് ഞാൻ ഇതിലും പ്രതീക്ഷിക്കുന്നുണ്ട് ദേവാംഗിയുടെ സിംഗിങ്ങിൽ. സോ സാധാരണ പാടുന്ന സുഖം കിട്ടിയില്ല എനിക്ക് പാടുമ്പോൾ. കുഴപ്പമില്ല മോളെ, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ചില ദിവസങ്ങൾ അങ്ങനെ ആയിരിക്കും, നമുക്ക് എപ്പോഴും അടിപൊളിയായിട്ട് അങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഓഫ് കോഴ്സ് യു സാങ് വെൽ. എനിവേസ് ഇനി സോങ് സെലക്ട് ചെയ്യുമ്പം കറക്റ്റ് നമുക്ക് വോയിസിന് ചേർന്ന സോങ് ആപ്റ്റ് ആവുന്നത് ചൂസ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക, എനിക്ക് അവളുടെ സംസാരമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മോൾ എവിടെയാ? കണ്ണൂര്. വെറുതെ അല്ല, നമ്മളെ നാട്ടുകാരല്ലേ. അതേ നാട്ടുകാര്. നല്ല രസമുണ്ടാണ് എന്റെ സംസാരം കേൾക്കാൻ. താങ്ക് യു. അതൊക്കെ അവിടെ ഇതൊക്കെ ഭയങ്കര കാഷ്വൽ സ്നേഹത്തോടെയാണ് നമ്മള് ഇണയ പോണേന്നൊക്കെ വിളിക്കുന്നത്. മോളെ ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു കമ്പോസിഷനാണിത്. ഒരുപാട് തലങ്ങളുണ്ട്, ഒരുപാട് ലെവൽസ് ഉണ്ട് ഈ ഒരു സോങ്ങിൽ. ഈ പാട്ടിന് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരു ലൈഫ് ആവാം എന്ന് എനിക്ക് തോന്നി. ഒരു പൊടിക്ക് ഇത് പ്ലെയിൻ ആയി പോയോ എന്നുള്ളൊരു സംശയം മാത്രമേ എനിക്കുള്ളൂ. എനിക്ക് തോന്നിയത് കുറച്ചുകൂടെ ലൈഫ് ആവും. കാരണം ബോംബെ ജയശ്രീ മാം അധികം ആരും അറ്റംപ്റ്റ് ചെയ്യാത്തൊരു പാട്ടും കൂടിയാണിത്. വളരെ ചുരുക്കം മാത്രമേ നമ്മൾ സ്റ്റേജസിൽ ഇത് ഒരാൾ അറ്റംപ്റ്റ് ചെയ്യുന്നതൊക്കെ കാണാറുള്ളൂ. കാരണം പലരും ഭയക്കുന്ന ഒരു പാട്ട് കൂടിയാണ്. എൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ളത് ബോംബെ ജയശ്രീ മാം പാടിയ ഒരു ഭയങ്കര ഒരു ഹോണ്ടിങ് സംഭവമായിരുന്നു അത്. ഇത് മോള് പാടിയപ്പോൾ ഒരു പൊടിക്കൊന്ന് പ്ലെയിൻ ആയി. അപ്പൊ നെക്സ്റ്റ് ടൈം വരുമ്പോഴും നല്ല ഒരു പാട്ട്. ഇപ്പൊ ഇനിയിപ്പോ നമുക്ക് എന്താ ബാക്കിയുള്ളത്? ഫസ്റ്റ് നമ്പർ ഇല്ല, അത് റെഡിയാണ്. അതാണ് ഉർമീസ്. ഓക്കെ, അപ്പൊ അത് അടിച്ചു പൊളിച്ച് പാടും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഹായ് ചേച്ചി. ഹായ് ദേവാംഗി. ഹലോ. ഇവർ രണ്ടുപേരും ഓൾറെഡി പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. സോ ഞാൻ ഇനി അതിലോട്ട് ഞാനിങ്ങനെ കിടക്കുന്നില്ല. നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു മോള് ചെയ്തത്, നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. പക്ഷെ എനിക്ക് ആക്ച്വലി സർട്ടൻ ലൈൻസ് മോള് പാടുമ്പോഴത്തേക്കും വളരെ മനോഹരമായിട്ടുള്ള എക്സ്പ്രഷൻസ് വരുന്നുണ്ട്. സോ മോൾക്ക് പറ്റും. യു ആർ വെരി ടാലൻറ്റഡ്. താങ്ക് യു മാം. സോ ആ ടാലൻറ്റ് എന്തായാലും ഉണ്ട്. ആ ഒരു ഫൗണ്ടേഷൻ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അതിൽ നമ്മൾ കുറച്ച് വർക്ക് ചെയ്യുക. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴുതിട്ട് പോകും. അത് റൂട്ടിലേക്ക് തിരിച്ച് കൊണ്ടുവന്ന് അങ്ങ് ആ റൂട്ട് പിടിച്ചങ്ങ് പോവുക, അത്രേ ഉള്ളൂ. സോ വേറെ ഒരു പ്രശ്നവുമില്ല. യു ഡിഡ് യുവർ ബെസ്റ്റ്. അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? നമുക്ക് നമ്മുടെ ബെസ്റ്റ് അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതങ്ങ് ചെയ്തുകൊണ്ട് പോവാ. അപ്പൊ ശരി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. മോളെ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. മോളെ ഫസ്റ്റ് ലൈൻ ഒന്ന് പടയെന്ന് പറഞ്ഞൊന്ന് പാടിയേ. പ്രണയസന്ധ്യയൊരുവൻ സൂര്യന്റെ വിരഹമറിയുന്നു. അതെന്താ ബോംബെ ജയശ്രീ മാം പാടിയതിനകത്ത് ഒരു വിബ്രാട്ടോ
ഉണ്ട്. പക്ഷെ ഈ അതില്ല. അതില്ല. ഇല്ല. അതില്ല പാട്ടില്ല കേട്ടോ. അത് വേണ്ടേ? അത് വേണ്ട. അത് വേണ്ട. അതിന്റെ ആവശ്യമില്ല കേട്ടാ. അത് വേണ്ട. അത് എന്തോ ഇത് സംസ്കൃതമല്ല. അതെ. ആഹാ. അമഹ. അപ്പൊ ഹോ ഇല്ല കേട്ടോ. അതൊരു വിബ്രാട്ടോടെ ഒരു ഫെയ്ഡ് ഔട്ട് സീനാണത്. ഇത് ഞാൻ നോക്കുമ്പോ ആരാണ് അവിടെ പോയിട്ട്? ഇനി ഒറിജിനൽ ഇങ്ങനെ ഉണ്ടോ? അതാണ് ഞാൻ നേരത്തെ കേട്ടു നോക്കിയത്. ഒറിജിനൽ അങ്ങനെ ഒന്നുമില്ല. ഒരു വിബ്രാട്ടോ മാത്രമേ ഉള്ളൂ. ഓഹോ അതില്ല കേട്ടോ. ഓ ഹൈ ഇത്രേ ഉള്ളൂ. അത് മാത്രമേ പറയാനുണ്ടായിരുന്നു കേട്ടോ. ആ അത്രേ ഉള്ളൂ. ഇനി പാട്ട അവിടെ ട്രൈ ചെയ്ത് ആവശ്യത്തിൽ മോർ ദാൻ ഇനഫ്. ഇടതും വലവും ഫ്രണ്ടും. ഓക്കെ. ആള് നല്ല കഥാപ്രസംഗമൊക്കെ പറയും കേട്ടോ. കേട്ടില്ലനായിട്ട് നമുക്ക് ഒരെണ്ണം കേട്ടാലോ? അവിടെ നിന്ന് കൊറേ കഥാപ്രസംഗം ഞാൻ കേൾക്കുന്ന. ഇവിടെ നിന്ന് അവരും കൂടെ കേക്കട്ടെ. പണിയെടുക്കാനാ ഞാനിവിടെ. ഓക്കെ. ആ ഓക്കെ. ഇതിനും മൈക്ക് പ്ലേസ്മെന്റ് ഉണ്ട്. പാർവതിയെ മൈക്ക് സ്റ്റാൻഡ് ആക്കി. അതെ. ഇങ്ങനെ മതിയോ? മതി. ആ. അന്താരാഷ്ട്ര ജീവകാരുണ്യ പ്രവർത്തക സ്വിറ്റ്സർലാൻഡുകാരി മിസ് ജാക്വിലിൻ ആശുപത്രിക്കിടയ്ക്കൂടെ അരികിലിരുന്ന് അത്യാസന്യായ ഇരയുടെ ചുണ്ടുകൾ മന്ത്രിച്ചത് കുറിച്ചിട്ട് പിൽക്കാലത്ത് പ്രസിദ്ധീകരിച്ച ബേൺഡ് അലൈവ് സൗത്ത് എന്ന വിഖ്യാത ആത്മകഥയുടെ കഥാപ്രസംഗ ആവിഷ്കാരം വെന്തു ജീവിക്കുന്ന സൗധ. ഞാൻ ഒരിക്കല് ഒരു കഥാപ്രസംഗത്തിന് ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ഇങ്ങനെ തള്ളുമല്ലോ, അറിയാവുന്നതിനൊക്കെ പൊക്കോ, അറിഞ്ഞുകൂടാത്തതിനും കയറിപ്പോ. ഹരിച്ചേട്ടൻ പിന്നെ ടാലന്റഡ് ആയിരുന്നു. അയ്യോ പിന്നെ ഞാൻ നാടകത്തിനപ്പൊ പോയി സൈഡിൽ ഇങ്ങനെ ഭടനായിട്ട് നിക്കുക. അതിങ്ങനെ നിന്നാ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇങ്ങനെ നിക്കുക. അപ്പം ഇതില് നടനുണ്ട്, അവനാണെങ്കിൽ ഡയലോഗ് തെറ്റിച്ച് മടുത്തിരിക്കുക എല്ലാരും. അപ്പൊ ഞങ്ങൾക്കിത് ഇതിപ്പന്നെ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇത് പഠിച്ചു. അപ്പൊ ഞാൻ അവസാനം നിങ്ങൾ എന്തിനു ശങ്കിക്കുന്നു, ദീർഘദർശിയായ യെശയ്യാ പ്രവചിച്ചതുപോലെ കർത്താവിന്റെ വഴിയൊരുക്കുവാൻ വന്നവനാണ് ഞാൻ. ലോകത്തിന്റെ പാപം തീർക്കുന്ന ദൈവത്തിന്റെ പുണ്യാളനായ ആ പരമപൂജ്യനെ ഇസ്രായേലിന് വെളിപ്പെടുത്തുവാനാണ് ഞാൻ ജലത്താൽ ജ്ഞാനസ്നാനം കൊള്ളുന്നത് എന്നൊക്കെ പറഞ്ഞൊരു വലിയ ഒരു ഡയലോഗൊക്കെ പറഞ്ഞ് പ്രൊഡക്ടേഴ്സ് ഫിലിംസിന്റെ ബാനർ ലീലാലോലം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞപ്പോ ഈ കുന്തം എടുത്ത് അവന് കൊടുത്തിട്ട് നീ ഇങ്ങോട്ട് വാ. അവസാനം ഞാൻ സ്നാപക യോഹന്നാനായിട്ട് ചെയ്ത ഒരു നാടകമുണ്ട്. പെട്ടെന്ന് മോളത് പറഞ്ഞപ്പോ എനിക്കത് ഓർമ്മ വന്നു. ഓക്കെ, അപ്പൊ നമുക്ക് മാർക്സ് ചോദിക്കാം. ഹരിച്ചേട്ടാ, അപ്പോൾ അടുത്ത റൗണ്ടിൽ ഇതിലും മാർക്ക് കിട്ടും, എനിക്ക് ഉറപ്പാണ് കേട്ടാ. അടിച്ചു പൊളിച്ച് നെക്സ്റ്റ് റൗണ്ടിൽ പാട്. ഇന്നത്തെ പെർഫോമൻസിന് 7.5. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക 7.5. താങ്ക് യു. ഓക്കെ. ഹബി ചേച്ചി സെയിം 7.5. ഓക്കെ. താങ്ക് യു. 22.5 മാർക്സ് ആണ് ടോട്ടൽ കിട്ടിയിട്ടുള്ളത്. ഇറ്റ്സ് ഓക്കേടാ, നമുക്ക് ഇനി റൗണ്ട്സ് കിടക്കല്ലേ, നമുക്ക് പൊളിക്കാം. ഓക്കെ, അപ്പൊ നന്നായി പോയി പ്രാക്ടീസ് ചെയ്തോ. അടുത്ത നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് നമുക്ക് തകർക്കണം ഇല്ലേ? പിന്നെ അപ്പൊ ഓടിക്കോ. ഓക്കെ.